നിങ്ങൾക്ക് വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാൻ മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തിരിക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർക്കാം. 1/4 സ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്തിരിക്കുന്നത്.